അനുഗ്രഹിക്കപ്പെട്ട സമയത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ശ്രേഷ്ഠമേറിയ വചനത്തിൻ്റെ കീഴിലിരിക്കുമ്പോൾ ദൈവം ഓരോ വ്യക്തിക്കും അവനവനൊത്തവണ്ണം അനുഗ്രഹങ്ങൾ പകർന്നു കൊടുക്കും. ചോദിക്കുന്നതിനൊപ്പം അനുഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പാകെയാണ് നാം നിൽക്കുന്നത്. ഏതെങ്കിലും രോഗത്തിൻ്റെ ഭാരത്തിൻ്റെ പിടിയിലിരുന്ന് ആരെങ്കിലും ഇന്ന് ഈ വചനം കേൾക്കുന്നെങ്കിൽ നിശ്ചയമായും സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ രോഗവും ഭാരവും മാറ്റിത്തരും. ആവശ്യഭാരത്തോടെ മക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ ജീവിതത്തിലെ വീഴ്ചകൾ പൂർത്തീകരിക്കപ്പെടുകയല്ല, മറിച്ച് അത് തുച്ഛീകരിക്കപ്പെട്ട് അതില്ലാതെയാകുവാൻ, വീഴ്ചയും താഴ്ചയും മാറ്റി കിട്ടുവാൻ ദൈവമക്കൾ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ആമുഖമായി ഞാൻ പറഞ്ഞത് എല്ലാ ദൈവമക്കളും പ്രാർത്ഥിച്ച് ചിന്തിച്ച് ഈ വചനത്തിൻ്റെ വലയത്തിലിരുന്നാൽ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഇന്നത്തെ ആലോചനയ്ക്കായി അബ്രഹാമിൻ്റെ ജീവിതത്തിലെ ചില വീഴ്ചകൾ, താഴ്ചകൾ, എന്നാൽ സ്വർഗത്തിലെ ദൈവം അവന് കൊടുത്തതായിരിക്കുന്ന ആ വിടുതലും അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തോട് ചേർന്ന് ചിന്തിപ്പാൻ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്ന് നീ ഞങ്ങളോട് കൂടെ ഇരുന്ന് നിൻ്റെ വചനം ഞങ്ങളെ കേൾപ്പിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുറവുകൾ ഓർക്കാതെ ഞങ്ങളെ നിൻ്റെ മാറിലേക്ക് ചേർത്ത് നിർത്തി ഞങ്ങളെ അനുഗ്രഹിക്കണം കർത്താവേ. രോഗങ്ങളും ഭാരങ്ങളും സത്യമായും നീ മാറ്റിത്തന്നും. ഞങ്ങളെ അലട്ടുന്ന ഒത്തിരി വിഷയങ്ങളുണ്ട് കർത്താവേ. ആ വിഷയങ്ങൾക്കെല്ലാം നീ വിടുതൽ തരണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അലട്ടുന്ന ഏതെങ്കിലും ചിന്തകളുണ്ടെങ്കിൽ കർത്താവേ, ഇന്ന് രാത്രി അവകാശത്തോടെ അപ്പനോട് ചോദിക്കുന്ന പോലെ ഞങ്ങൾ ചോദിക്കുന്നു. ഞങ്ങൾക്ക് വിടുതലും മനസ്സിന് സമാധാനവും സ്വസ്ഥതയും തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും വിഷയത്തിന്മേൽ ആരെങ്കിലും കർത്താവെ വേദനിക്കുന്നെങ്കിൽ ചോദിക്കുന്നവനോട് നീ മനസ്സറിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. വളരെ സുപരിചിതമായിരിക്കുന്ന ഒരു ചിന്ത, യഹോവയായിരിക്കുന്ന ദൈവം അബ്രഹാമിനെ മാത്രമേ വിളിച്ചിരുന്നുള്ളൂ. നിൻ്റെ ചാർച്ചക്കാരെയും നിൻ്റെ ദേശവും വിട്ട് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് മടങ്ങുക എന്ന് സ്വർഗത്തിലെ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു. പക്ഷെ അബ്രഹാം തേരകിനെയും കൂടി കൂട്ടിക്കൊണ്ടു പോകുന്നതാണ് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 1-ാം വാക്യത്തിൽ വായിക്കുന്നത്. ദൈവം അബ്രഹാമിനെ വിളിച്ചപ്പോൾ പോകേണ്ടത് അബ്രഹാം മാത്രമാണ്. വിളിയില്ലാത്ത തേരകൻ കൂടെ അബ്രഹാമിൻ്റെ കൂടെ പോകുമ്പോൾ നിശ്ചയമായും ദൈവത്തിൻ്റെ വിളിക്കൊത്തവണ്ണം ജീവിക്കാൻ അബ്രഹാമിന് സാധിച്ചെന്ന് വരികയില്ല. ആര് തന്നെയായാലും ശരി, ദൈവ വിളിക്കൊത്തവണ്ണം ജീവിക്കേണ്ടിയിരിക്കുന്നു. നിന്നോട് ദൈവം എന്താണോ കൽപ്പിച്ചത് ആ വിധത്തിലാണ് നീ പ്രവർത്തിക്കേണ്ടത്. തേരകനെ വിളിക്കേണ്ട സമയത്ത് അബ്രഹാമിന് ദൈവത്തിന് തേരകനെ വിളിക്കാൻ അവകാശമുണ്ട്. തേരകനെ വേണമെങ്കിൽ ദൈവം വിളിച്ചുകൊള്ളൂ. തേരകനെ വിളിക്കേണ്ട സമയത്തൊക്കെയും ദൈവം വിളിച്ച് ചേർത്തുകൊള്ളൂ. എന്നാൽ നിന്നെ വിളിക്കുമ്പോൾ നിൻ്റെ വിളിക്ക് ഒത്തവണ്ണമാണ് നീ ജീവിക്കേണ്ടത്. അനുയോജ്യമായ വിളിക്കൊത്തവണ്ണം ജീവിക്കാതെ പോകുമ്പോൾ അനുഭവയോഗ്യമാകുന്നത് ഇടയിൽ വെച്ചുള്ളതായിരിക്കുന്ന പരാജയമാണ് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. കനാൻ ദേശത്ത് ചെല്ലാൻ സാധ്യമാവുകയില്ല തേരകനെയും കൂടി കൂട്ടിക്കൊണ്ടുപോയാൽ. എന്നാൽ തേരക ഇടയിൽ വെച്ച് മരിച്ചു പോകുന്നതായി നാം കാണുകയാണ്. ഒത്തിരി മർമ്മങ്ങൾ ഓർക്കണം. ദൈവം വിളിച്ചു ചേർത്തതാണ് എത്തെ പോരുകയുള്ളൂ. ദൈവാനുഗ്രഹമാണ് എത്തെ നിന്നെ അനുഗമിക്കുകയുള്ളൂ. ദൈവം അറിയാത്തതും ദൈവത്തിന് നിശ്ചയമില്ലാത്തതുമായിരിക്കുന്ന കാര്യങ്ങൾ നീ നിൻ്റെ ഇഷ്ടം പോലെ വിളിച്ചു ചേർക്കുകയോ അതിനോട് ചേർന്ന് നിൽക്കുകയോ ചെയ്യുമ്പോൾ ദൈവകൃപ നിന്നോട് കൂടെ ഉണ്ടാവുകയില്ല. തേരക ഇടയിൽ വെച്ച് മരിച്ചുപോയി. നീ കൂടുന്നതൊക്കെയും നീ കൂട്ടുന്നതൊക്കെയും ഇടയിൽ നഷ്ടപ്പെട്ടു പോകുമെന്ന് നീ ഓർക്കേണ്ടതാണ്. സ്ഥിരമായി നിൽക്കുന്നത് ദൈവം വിളിച്ച വിളിയാണ്, ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ശൗലിൽ നിന്ന്
ദൈവത്തിൻ്റെ ആത്മാവ് ദൈവം മാറ്റിക്കളഞ്ഞിട്ടും ശമൂവേൽ ശൗലിന് വേണ്ടി കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതായി നാം വായിക്കുന്നുണ്ട്. അവിടെ യഹോവയായിരിക്കുന്ന ദൈവം ശൗലിനോട് പറയുന്നത്, ശൗലേ, ഞാനാണ് ശൗലിൽ നിന്നും ആത്മാവിനെ മാറ്റിയത്. ശമൂവേലേ, നീ എന്തിനാണ് പിന്നെ അവനെക്കുറിച്ച് കരയുന്നത്? പലപ്പോഴും ദൈവം അറിയാത്തതിനെ കുറിച്ചാണ്, ദൈവത്തിൻ്റെ പദ്ധതിയിലില്ലാത്തതാണ് നമ്മുടെ ആരാധനയും നമ്മുടെ പ്രോഗ്രാം എന്നുള്ളതും നിങ്ങൾ ശാന്തമായി ചിന്തിക്കേണ്ടതാണ്. ദൈവം അറിഞ്ഞിട്ടില്ലാത്ത, ദൈവത്തിൻ്റെ പദ്ധതിയിലില്ലാത്ത, ദൈവത്തിൻ്റെ പുസ്തകത്തിലില്ലാത്ത, ദൈവത്തോട് ചേർന്ന് നിൽക്കാത്ത പലതിൻ്റെയും പുറകെ നാം ഓടുന്നുണ്ടോ എന്ന് ശാന്തമായി ചിന്തിക്കേണ്ടതാണ്. നമ്മുടെ പരാജയത്തിൻ്റെ കാരണം യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ വിളിക്കൊത്ത് നടക്കാത്തതുകൊണ്ടാണ്. ദൈവത്തിൻ്റെ വിളിക്കൊത്ത് നടക്കുമ്പോഴാണ്, ദൈവത്തിൻ്റെ പദ്ധതിക്കൊത്ത് നടക്കുമ്പോഴാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നത്. യഹോവയായിരിക്കുന്ന ദൈവം കൽപ്പിച്ചത് ഒത്തവണ്ണം ചെയ്യുമ്പോഴാണ് ദൈവേഷ്ടം നമ്മളിൽ നിവർത്തിക്കപ്പെടുന്നത്. ലാസറിൻ്റെ കല്ലറയിൽ ചെന്ന് യേശു തമ്പുരാൻ കൽപ്പിച്ചത് കല്ല് ഉരുട്ടി മാറ്റുക എന്നുള്ളതാണ്. വേണമെങ്കിൽ അവർക്ക് ചിന്തിക്കാം, നാറ്റം വെച്ച ലാസറിനെ, മരിച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടുള്ള ലാസറിനെ, ശരീരത്തിൽ നിന്നും മാംസം ഒരുപക്ഷെ അഴുകിത്തീർന്ന ലാസറിനെ എഴുന്നേൽപ്പിക്കാൻ പോകുന്ന ഈ യേശു ഒരു വാക്കുകൊണ്ട് ലാസറെ പുറത്തു വരിക എന്ന് കൽപ്പിക്കാൻ പോകുന്ന ഈ യേശുവിന് വേണമെങ്കിൽ വളരെ നിസ്സാരമായിരിക്കുന്ന ഒരു കല്ല് ഉരുട്ടി മാറ്റട്ടെ, നീങ്ങിപ്പോകട്ടെ എന്ന് കൽപ്പിച്ചാൽ നീങ്ങിപ്പോവുകയുണ്ടായിരുന്നില്ലേ എന്ന് ചിന്തിക്കാൻ ആരും മെനക്കെട്ടില്ല. കല്ലുരുട്ടി മാറ്റാൻ പറഞ്ഞപ്പോൾ കല്ലുരുട്ടി മാറ്റിയപ്പോഴാണ് അവിടെ അതിശയം പ്രവർത്തിച്ചത്. ദൈവം എന്താണോ കൽപ്പിക്കുന്നത് അത് ദൈവത്തിൻ്റെ ഭാഷയിൽ തന്നെ ചെയ്യണം. നമ്മുടെ ബുദ്ധിയിൽ അത് കുഴപ്പമില്ല, സാരമില്ല, അതിനകത്ത് വലിയ തെറ്റില്ല, അല്പമല്ലേ മാറിയുള്ളൂ, അല്ലെങ്കിൽ ഇത്രയൊക്കെ ഞാൻ ചെയ്തില്ലേ, 10-20 വർഷം കർത്താവിനെ പ്രസംഗിച്ചില്ലേ, ഇതൊന്നും ദൈവത്തിൻ്റെ പദ്ധതിയിലില്ല. ദൈവത്തിൻ്റെ പദ്ധതി യഥാസമയത്ത് ദൈവം എന്ത് കൽപ്പിക്കുന്നുവോ അത് ചെയ്യാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. നമ്മുടെ സ്വന്തം ബുദ്ധിയിൽ, നമ്മുടെ സ്വന്തം ആലോചനയിൽ ദൈവവചനം ഒരിക്കലും വളച്ചൊടിക്കരുതെന്ന് ദൈവമക്കൾ മനസ്സിലാക്കിക്കൊള്ളണം. ഞാൻ വളരെ ശാന്തമായി വേഗത്തിൽ പോകട്ടെ. ഒന്ന്, അബ്രഹാമിൻ്റെ ജീവിതത്തിലെ ഒരു ചെറിയ വീഴ്ചയായിരുന്നു ദൈവം വിളിക്കാത്തതിനെ കൂടെ കൊണ്ടുപോയി എന്നുള്ളത്. എന്നാൽ അത് മാറ്റപ്പെട്ടപ്പോഴാണ് അബ്രഹാമിന് മുമ്പോട്ട് പോകാനായിട്ട് സാധിച്ചത്. രണ്ടാമത് വീണ്ടും നമ്മൾ കാണുന്നത് ലോത്തിനെ ദൈവം വിളിച്ചിരുന്നില്ല. അബ്രഹാം ലോത്തുമായി യാത്ര ചെയ്യുന്നതും നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, പലപ്പോഴും അതൊരു മാനുഷിക ബന്ധങ്ങളായിരിക്കാം, മാനുഷികമായിരിക്കുന്ന കടപ്പാടുകളായിരിക്കാം, മാനുഷികമായിരിക്കുന്ന ചിന്തയിൽ ഒരു തെറ്റും കാണുകയില്ല. പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതി എന്താണ്, ദൈവത്തിൻ്റെ പ്രോഗ്രാം എന്താണ്, ദൈവം എന്താണ് നിന്നെ വിളിച്ചതിൻ്റെ പുറകിലുള്ള ദൈവത്തിൻ്റെ ആലോചന, ദൈവത്തിൻ്റെ പ്ലാൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാകത്തില്ല. നാം ദൈവത്തിൻ്റെ വിളിക്കൊത്ത്, ദൈവത്തിൻ്റെ ആലോചനയ്ക്കൊത്ത്, ദൈവം കൽപ്പിക്കുന്നത് കേൾക്കാനുള്ള മനസ്സോടുകൂടി ഇരിക്കുമ്പോഴാണ് അത് പ്രാവർത്തികമാകുന്നത്. മനുഷ്യബുദ്ധിയിൽ പലതും തോന്നിയേക്കാം, മനുഷ്യബുദ്ധിയിൽ ഒത്തിരി കാര്യങ്ങൾ ചിന്തിച്ചേക്കാം. ഇതെന്താ കുഴപ്പം, ഒരല്പം 50 നോമ്പ് വീടുമ്പോൾ എല്ലാവരുടെയും കൂട്ടത്തിലിരുന്ന് ഒരല്പം മദ്യം കഴിച്ചാൽ എന്നാ കുഴപ്പം, നമ്മളാരെയും ഉപദ്രവിക്കാതിരുന്നാൽ പോരെ, വീട്ടിൽ ചെന്ന് വഴക്കുണ്ടാക്കാതിരുന്നാൽ പോരെ, മക്കളിൽ പഠിപ്പിക്കാനുള്ളതായിരിക്കുന്ന സാമ്പത്തികം കൊടുത്താൽ പോരെ, നാട്ടുകാരോട് സ്നേഹം കാണിച്ചാൽ പോരെ, അപ്പനും അമ്മയും ബഹുമാനിച്ചാൽ പോരെ, പള്ളിയിൽ പോയാൽ പോരെ, പ്രസംഗം കേട്ടാൽ പോരെ. അതിനിടയ്ക്ക് 50 നോമ്പ് വിടുമ്പോൾ ആരും കാണാതെ സുഹൃത്തുക്കളുടെ കൂടെ ഇരുന്ന് ഒരു ഗ്ലാസ് മദ്യം കഴിച്ചാൽ പാപമുണ്ടോ? ഒത്തിരി പേര് ചിന്തിക്കാറുണ്ട്. ന്യായമാണ്, പലതും ചിന്തിക്കുന്നു, അവരുടെ മുമ്പിൽ അത് ന്യായമാണ്. ആരുടെയും ഉപദ്രവമൊന്നും ചെയ്യുന്നില്ല, ആരെയും മോഷ്ടിച്ചെടുത്തിട്ടല്ല, അധ്വാനിച്ച കാശുകൊണ്ടാണ്. സ്നേഹിത, മദ്യപാനി ദൈവരാജ്യം കാണുകയില്ല എന്നുള്ള ദൈവവചനം നീ മറന്നു പോകുന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് നീ അറിഞ്ഞിരിക്കേണ്ടതാണ്. അച്ഛൻ പറഞ്ഞത് ലോത്തിനെ കൂടെ കൊണ്ടുവരാൻ ദൈവം കൽപ്പിച്ചിരുന്നില്ല. ചാർച്ചക്കാരെ വിടുക, പിതൃഭവനത്തെ വിടുക, നിന്റെ ദേശത്തെ വിടുക, ഞാൻ കാണിക്കാൻ നിൽക്കുന്ന ദേശത്തേക്ക് നീ വരിക എന്നുള്ളതല്ലാതെ നിങ്ങൾ വരിക എന്ന് ദൈവം കൽപ്പിച്ചിട്ടില്ല. ചെറുതും വലുതുമായിരിക്കുന്ന കൂട്ടിച്ചേർക്കലുകൾ ദൈവമക്കൾ ഒരിക്കലും കൂട്ടിച്ചേർക്കരുത്. കർത്താവിൻ്റെ വചനമാണ്. എലീശ പ്രവാചകൻ ആ സ്ത്രീയോട് പറഞ്ഞത്, നിൻ്റെ കയ്യിൽ എന്തുണ്ട്? അതൊരു വലിയ ചോദ്യമാണ്. അവൾ ചെന്ന് അവളുടെ അവസ്ഥകൾ പറഞ്ഞ് കേൾപ്പിച്ചു. ഗുരു, എൻ്റെ ഭർത്താവ് നിൻ്റെ ദാസനായിരുന്നു, അവൻ മരിച്ചുപോയി,
എൻ്റെ മക്കളെ കടക്കാർ പിടിച്ചുകൊണ്ട് പോയിരിക്കുന്നു. എനിക്ക് ഒരു വിധത്തിലും മുമ്പോട്ട് പോകാൻ സാധ്യമല്ല. ഐ ആം ഇൻ എ ക്രൈസിസ്. ഞാനൊരു പ്രതിസന്ധിയിലാണ്, ഞാനൊരു വിഷമത്തിലാണ്, ഞാൻ ദുഃഖത്തിലാണ്, ഞാൻ ആകെപ്പാടെ അസ്വസ്ഥതയിലാണ്. ഞാനെന്ത് ചെയ്യണം? എൻ്റെ ഭർത്താവ് നിൻ്റെ ദാസനായിരുന്നു, യഹോവ ഭക്തനായിരുന്നു. ഒരു നല്ല മേൽവിലാസം തൻ്റെ ഭർത്താവിനെക്കുറിച്ച് ആ സ്ത്രീ അറിയിക്കുകയാണ്. ഒരു നല്ല അഡ്രസ്സ് തൻ്റെ ഭർത്താവിനെക്കുറിച്ച് ആ സ്ത്രീ അറിയിക്കുകയാണ്. ദൈവസന്നിധിയിൽ തൻ്റെ ഭർത്താവിനെ പരിചയപ്പെടുത്താൻ ആ സ്ത്രീക്ക് പ്രയാസമുണ്ടായില്ല. പ്രവാചകൻ്റെ മുമ്പിൽ തൻ്റെ ഭർത്താവിൻ്റെ അഡ്രസ്സ് പറയാൻ, അഥവാ തൻ്റെ ഭർത്താവിൻ്റെ യോഗ്യത പറയാൻ ആ സ്ത്രീക്ക് പ്രയാസമുണ്ടായിരുന്നില്ല. ഭർത്താവിനെ ദൈവമുമ്പാകെ പരിചയപ്പെടുത്താൻ അവൾക്ക് പ്രയാസമുണ്ടായിരുന്നില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടവരെ, നിങ്ങളുടെ ഭർത്താവിനെ, നിങ്ങളുടെ ഭാര്യയെ, നിങ്ങളുടെ മക്കളെ, നിങ്ങളുടെ മാതാപിതാക്കന്മാരെ ദൈവസന്നിധിയിൽ പരിചയപ്പെടുത്താൻ നിങ്ങൾക്ക് എളുപ്പമാണോ? എൻ്റെ അപ്പൻ ഒരു ദൈവദാസനാണ്, പ്രാർത്ഥിക്കുമായിരുന്നു, ഞങ്ങളെ ദൈവവചനം പഠിപ്പിച്ചിട്ടുണ്ട്. രാവിലെയും വൈകുന്നേരവും വേദവസ്തു എടുത്ത് വായിക്കും, ദേവാലയത്തിൽ പോകും, സുവിശേഷ വേലയിൽ താല്പര്യമുണ്ടായിരുന്നു. ദൈവം ദൈവമാണെന്നും ദൈവവചനം വചനമാണെന്നും ഞങ്ങളെ പഠിപ്പിച്ച ഞങ്ങളുടെ അപ്പൻ കർത്താവേ, ഞങ്ങൾക്ക് തന്ന ആ പാഠം, ആ അനുഗ്രഹം ഞങ്ങൾ ഓർക്കുന്നു. ഇത് പറയാൻ പറ്റിയ മക്കൾ എത്ര പേരുണ്ട്? ഇത് പറയാൻ പറ്റുന്ന, മക്കളെക്കുറിച്ച് പറയാൻ പറ്റുന്ന അപ്പന്മാരെത്ര പേരുണ്ട്? ശാന്തമായി ദൈവമക്കൾ ഓർക്കണം. ഞാൻ ആ ഭാഗത്തേക്ക് ഒത്തിരി വിവരിക്കുകയല്ല. ആ സ്ത്രീക്ക് എന്ത് എളുപ്പമായിരുന്നു തൻ്റെ ഭർത്താവിനെ പരിചയപ്പെടുത്താൻ. വേറെ ഒന്നും പറഞ്ഞില്ല, വീട്ടുപേര് പറഞ്ഞില്ല, സ്ഥലപ്പേര് പറഞ്ഞില്ല, അല്ലെങ്കിൽ അപ്പൻ്റെ അമ്മയുടെ പേരൊന്നും പറഞ്ഞില്ല. അവിടെയാണ് ദൈവമക്കൾ ഓർക്കേണ്ടത്. അതൊന്നും ദൈവത്തിന് വിഷയമല്ല. ദൈവത്തിൻ്റെ മുമ്പിൽ നിനക്ക് പരിചയമുണ്ടോ? നീ ദൈവവേലയെക്കുറിച്ച് നിന്നെക്കുറിച്ച് എന്താണ് നിനക്ക് പറയാനുള്ളത്? അഥവാ ദൈവവും നീയായിട്ടുള്ള ബന്ധം എന്താണ്? നീ ദൈവത്തിൻ്റെ ദാസനായിരുന്നോ? നീ ദൈവത്തിന് കീഴ്പ്പെട്ടിരുന്നോ? അതാണ് ഈ സ്ത്രീ പറഞ്ഞത്, എൻ്റെ ഭർത്താവ് നിൻ്റെ ദാസൻ, സുവിശേഷ വേലയിൽ നിന്നോടുകൂടി ആയിരുന്നവൻ, നിനക്ക് കീഴ്പ്പെട്ടവൻ, വചനത്തിന് കീഴ്പ്പെട്ടവൻ, വചനത്തോട് ബന്ധപ്പെട്ടവൻ, എൻ്റെ ഭർത്താവ് നിൻ്റെ ദാസൻ, യഹോവ ഭക്തൻ. വേറെ ഒരു യോഗ്യതയും അവനെക്കുറിച്ച് പറയേണ്ടതില്ല. വേറെ ഒന്നും ദൈവത്തിന് കേൾക്കേണ്ടതുമില്ല. ദൈവത്തിന് കേൾക്കേണ്ടത് ദൈവത്തിൻ്റെ ദാസനാണോ, ദൈവത്തെ അറിയാവുന്നവനാണോ, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അവൻ അവകാശം കൊടുത്തിട്ടുണ്ട്. വേറെ എന്തെല്ലാം കാട്ടിക്കൂട്ടിയാലും, ഏതെല്ലാം ചടങ്ങുകൾ, കർമ്മങ്ങൾ, അല്ലെങ്കിൽ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ നിങ്ങൾ നടത്തിയാലും നിങ്ങൾ ദൈവമക്കളാവുകയില്ല. ദൈവം നിങ്ങളെ അറിയുകയുമില്ല. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിന് ഒരൊറ്റ അറിവേ ഉള്ളൂ, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അവകാശം കൊടുത്തിട്ടുണ്ട്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാത്ത, യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കാത്തവൻ എന്തൊക്കെ തന്നെ കാട്ടിക്കൂട്ടിയാലും, അവൻ എത്ര പാരമ്പര്യവും മഹത്വവും പറഞ്ഞാലും അവനെ ദൈവം അറിയുകയില്ല എന്നുള്ള സത്യം ദൈവമക്കൾ ഈ സമയത്ത് മനസ്സിലാക്കണം. അതിനാണ് അച്ഛൻ പറഞ്ഞത്, എൻ്റെ ഭർത്താവ് നിൻ്റെ ദാസൻ, എൻ്റെ ഭർത്താവ് യഹോവ ഭക്തൻ. വേറെ ഒരു യോഗ്യത എനിക്ക് അവനെക്കുറിച്ച് പറയാനില്ല. അവൻ ആരുടെ മകനാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, അവൻ്റെ കുടുംബപ്പേരെന്താണെന്ന് ഞാൻ പറയുന്നില്ല. അവനെക്കുറിച്ച് നിനക്കറിയാമല്ലോ, അത്രയും കേട്ടാൽ മതി. ഉടനെ പ്രവാചകൻ ഒന്നുകൂടെ പറഞ്ഞ്, വീട്ടുപേര് പറഞ്ഞ്, സ്ഥലപ്പേര് പറഞ്ഞ്, എവിടെന്നാ വന്നെ, എന്താ വിഷയം എന്നല്ല, നിനക്കെന്ത് വേണം എന്നാണ്. പ്രിയപ്പെട്ട ദൈവമക്കൾ ഓർക്കുക, അഡ്രസ്സുള്ള ദൈവസന്നിധിയിൽ പ്രാഗൽഭ്യമുള്ള അപ്പൻ്റെ മക്കൾക്ക് ദോഷം വരത്തില്ല. ദൈവമക്കൾക്ക് ഒരിക്കലും ദോഷം വരികയില്ല. ദൈവത്തെ അറിയുന്നവൻ്റെ അനന്തര തലമുറ അനുഗ്രഹിക്കപ്പെടും. കുരനക്കാരൻ ശീമോൻ കുരിശ് ചുമന്നുകൊണ്ടാണ് പ്രിയപ്പെട്ട രൂഫോസ് ക്രിസ്തുവിൽ പ്രസിദ്ധനായത് എന്ന് മറക്കാതിരിക്കുക. ഞാൻ വേഗത്തിൽ പറഞ്ഞു വരട്ടെ. എന്താണ് പ്രവാചകൻ പറഞ്ഞത്? നിൻ്റെ കയ്യിൽ എന്തുണ്ട്? ഒരു ഭരണി എണ്ണ, അത് മതി. അടുത്ത കൽപ്പന അനുസരിച്ചോണം, അടുത്ത ന്യായം കേട്ടോണം. നീ ആ ഒരു ഭരണി എണ്ണ അവിടെ ഇരിക്കട്ടെ. അയൽവക്കത്ത് എന്ന് കാലിപ്പാത്രങ്ങൾ കടം വാങ്ങുക. ആ കാലിപ്പാത്രങ്ങൾ കടം വാങ്ങി എണ്ണയുള്ള പാത്രത്തിൽ നിന്നും ഇല്ലാത്ത പാത്രത്തിലേക്ക് പകരുക. പകർന്ന ശേഷം അത് വിൽക്കുക, വിറ്റിട്ട് മക്കളെ മോചിപ്പിക്കുക, നീ ഉപജീവനം കഴിക്കുക. അതൊന്നും ഞാൻ വിവരിക്കുന്നില്ല. ദൈവം എന്തൊക്കെ കൽപ്പിച്ചോ, അഥവാ ഈ സ്ത്രീയോട് പ്രവാചകൻ എന്തൊക്കെ പറഞ്ഞോ അതെല്ലാം അവൾ ചെയ്തു. ദൈവം പറയുന്നത് ചെയ്യുവാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. നമ്മുടെ ബുദ്ധിക്ക് വേണമെങ്കിൽ ആ സ്ത്രീക്ക് ഒത്തിരി ബുദ്ധി പറയാമായിരുന്നു. കാലിപ്പാത്രം തന്നെ വേണമെന്നില്ലല്ലോ. ആരുടെങ്കിലും വീട്ടിൽ ചെന്ന് ഇന്നിന്ന കഷ്ടപ്പാടാണ് എനിക്ക്, ഞാൻ മക്കളൊക്കെ അടിമയെ കിടക്കുകയാണ്, ജീവിക്കാൻ വശമില്ല, ഒരു കാലിപ്പാത്രം താ എന്ന് ചോദിക്കുമ്പോൾ ചിലർ
നിറച്ച എണ്ണ കൊടുത്താലും വാങ്ങിക്കാൻ അവകാശമില്ല. കാരണം എണ്ണയുള്ള പാത്രത്തിലേക്ക് എണ്ണ പകരാൻ പറ്റിയില്ല. എണ്ണയില്ലാത്ത പാത്രം കിടക്കുകയാണ്. സുവിശേഷം അറിയാവുന്ന മക്കൾ ദൈവത്തിന് സ്തോത്രം. അറിയാത്ത ഒത്തിരി പേരുണ്ട്. അവരോട് സുവിശേഷം പറയണം. അവരെ നിങ്ങൾ അറിയിക്കണം. അവരോടാണ് മർമ്മം പറയേണ്ടത്. അവൾ അതുപോലെയൊക്കെ ചെയ്തു, അനുഗ്രഹം പ്രാപിച്ചു. ലോത്തിനെ കൊണ്ടുവരാൻ ദൈവം കൽപ്പിച്ചിട്ടില്ല. ലോത്തിനെ കൊണ്ടുവന്നു. പക്ഷേ അബ്രഹാമിന് വിഷമമായി. അവസാനം ലോത്തുമായി ഒരു ഉടമ്പടി ചെയ്തു. അപ്പോഴാണ് ലോത്തുമായി ഉടമ്പടി ചെയ്തിട്ട് നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട്, നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് ഉടമ്പടി ചെയ്ത് മാറിക്കഴിഞ്ഞപ്പോഴാണ് അബ്രഹാമിനോട് ദൈവം പറഞ്ഞത് തല പൊക്കി നോക്കാൻ. ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിക്കുക, ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുക, ദൈവത്തിൻ്റെ ന്യായം മനസ്സിലാക്കുക, ദൈവം പറയുന്ന പോലെ പ്രവർത്തിക്കുക. നിന്നെ ദൈവം ഉയർത്തും. നിനക്ക് തല പൊക്കി നോക്കാൻ പറ്റും. നിനക്ക് അനുഗ്രഹം കിട്ടും. ദേശം കാണാൻ പറ്റും. അനുഗ്രഹം കാണാൻ പറ്റും. നിനക്ക് വേണ്ടതൊക്കെയും ദൈവം തല പൊക്കി നോക്കുമ്പോൾ കാണിച്ചു തരും. നിൻ്റെ തല താഴുകയില്ല. നിൻ്റെ തലയ്ക്കൊരിക്കലും ദോഷം വരത്തില്ല. നിൻ്റെ ജീവിതത്തിൽ പരാജയം ഉണ്ടാവുകയില്ല. നിനക്ക് തകർച്ച ഉണ്ടാവുകയില്ല. ഉന്നതിയേ ഉണ്ടാകത്തുള്ളൂ, പുകഴ്ചയേ ഉണ്ടാകത്തുള്ളൂ. ഇതൊരു സത്യമാണ്. ദൈവവചനത്തെ വിശ്വസിക്കുന്ന, യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്ന ആർക്കും പരാജയം വരികയില്ല. തലപൊക്കി നോക്കാൻ സാധിക്കും. എന്ത്? ദൈവം പറഞ്ഞതുപോലെ കൽപ്പിക്കണം. പകുതി നിൻ്റേതും പകുതി ദൈവത്തിൻ്റേതുമാകരുത്. ചില മനുഷ്യരോട് എന്തെല്ലാം പ്രസംഗിച്ചാലും ആ മനുഷ്യൻ കേട്ടിരിക്കും. കേട്ടതിന് ശേഷം അദ്ദേഹത്തിന് തോന്നിയത് അദ്ദേഹം ചെയ്യുകയുള്ളൂ. അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു കാര്യം പിശാച് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഒരിക്കലും വിട്ടുപോകത്തില്ല. എത്ര ഉപദേശിച്ചാലും ശരി, ലാസ്റ്റ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്തുണ്ടോ അങ്ങോട്ട് വരും. ഞാനൊരു പുസ്തകത്തിലൊരു കഥ പോലെ ഒരു സംഭവം വായിച്ചിട്ടുണ്ട്. ഒരാട്, വളരെ മര്യാദക്കാരനായിരുന്ന ഒരു കുഞ്ഞാട് വനത്തിൽ മേയാനായിട്ട് പോയി. വളരെ ഭയഭക്തിയുള്ള ഒരു കുഞ്ഞാടായിട്ടാണ് കഥയാണെങ്കിലും ആ പുസ്തകത്തിൽ പറയുന്നത്. നല്ല കുഞ്ഞാട്, പ്രാർത്ഥിക്കുന്ന, ദൈവത്തെ അറിയുന്ന ഒരാട്ടിൻകുട്ടി. ആ ആട്ടിൻകുട്ടി വനത്തിൽ മേയാനായിട്ട് പോയി. അല്പം കഴിഞ്ഞപ്പോഴേക്കും ഒരു പുലി, ദേഷ്യവതിയായ പുലി ചാടി ആടിൻ്റെ മുമ്പിലേക്ക് വന്നു. ആടിനെ തിന്നാൻ, കടിച്ചു കീറാൻ ശ്രമിച്ചപ്പോൾ ആ കുഞ്ഞാട് കൈകൂപ്പിയിട്ട് പറഞ്ഞു എന്നാണ് ഞാൻ വായിക്കുന്നത്, മനസ്സിലാക്കുന്നത്. ക്ഷമിക്കണം, ദയവായി ക്ഷമിക്കണം, എന്നെ കൊല്ലരുത്, എന്നെ തിന്നരുത്. നമ്മൾ കൂടപ്പുറപ്പുകളാണ്, നമ്മൾ സഹോദരങ്ങളാണ്. ഈ വനത്തിൽ നമ്മൾ മൃഗങ്ങളാണ്, വർഗത്തിൽപ്പെട്ടവരാണ് നമ്മൾ രണ്ടുപേരും. ഉപദ്രവിക്കരുത്. ഞാൻ അങ്ങയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അങ്ങ് എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. ഒരു നല്ല പ്രാർത്ഥനയോടെ നമുക്ക് പിരിയാം. വഴക്കുണ്ടാക്കരുത്, എന്നെ നശിപ്പിക്കരുത്, എന്നെ കൊല്ലരുത്, തിന്നരുത്. ഒത്തിരി പ്രാവശ്യം ഈ ആട് കൈകൾ ഉയർത്തി ക്ഷമ ചോദിച്ചു. അതിനുശേഷം കുഞ്ഞാട് പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം. പുലി പറഞ്ഞു, എന്നാൽ പ്രാർത്ഥിക്ക്, നിൻ്റെ പ്രാർത്ഥന നീ ആദ്യം നടത്ത്. ആ ആട് വളരെ ശാന്തമായി പ്രാർത്ഥിച്ചു. എൻ്റെ ദൈവമേ, എന്നെ രക്ഷിച്ചതുകൊണ്ട് നന്ദിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. ഈ പുലിക്ക് കൊടുത്തിട്ടുള്ള മാനസാന്തരത്തിനായി ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. എന്നെ ഉപദ്രവിക്കാതെ വിടാമെന്നും എന്നോട് പ്രാർത്ഥിക്കാൻ പറയാനുള്ള മനസ്സുണ്ടാകുകയും ചെയ്തിട്ടുള്ളതുകൊണ്ട് നന്ദിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇതാണ് കുഞ്ഞാടിൻ്റെ പ്രാർത്ഥന. എല്ലാവർക്കും അനുഗ്രഹമായ പ്രാർത്ഥന. ഇനി പുലിയോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ കുഞ്ഞാട്, ഞാനായിട്ട് പോകട്ടെ, അങ്ങ് പ്രാർത്ഥിക്ക്, ഞാൻ പോകട്ടെ. പുലി എന്താ പ്രാർത്ഥിച്ചതെന്നറിയാമോ? ദൈവമേ, ഭക്ഷിപ്പാനും പാനം ചെയ്യാൻ തന്ന ഈ ആഹാരത്തെ ഓർത്ത് ഞാൻ നിന്നെ സ്തുതിക്കുന്നു. ഇത് തിന്ന് തൃപ്തിയായി നിന്നെ സ്തുതിപ്പാൻ എന്നെ ഇടയാക്കണം. അതും പ്രാർത്ഥനയാണ്. ഓർക്കുക, പുലിയുടെ പ്രാർത്ഥന ആടിൻ്റെ നാശത്തിനാണ്. ആടിൻ്റെ പ്രാർത്ഥന പുലിയുടെ നന്മയ്ക്കാണ്. നീ ഏത് വിധത്തിൽ പ്രാർത്ഥിക്കും? നിൻ്റെ പ്രാർത്ഥന നിനക്ക് വേണ്ടി മാത്രമാണോ? നിൻ്റെ പ്രാർത്ഥന നിൻ്റെ കുടുംബത്തിന് വേണ്ടി മാത്രമാണോ? നിൻ്റെ പ്രാർത്ഥന നിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി മാത്രമാണോ? അല്ല. നിൻ്റെ പ്രാർത്ഥന മറ്റുള്ളവന് ഗുണത്തിനായിരിക്കണം. നിൻ്റെ പ്രാർത്ഥന മറ്റുള്ളവൻ്റെ അനുഗ്രഹത്തിനായിരിക്കണം. നിൻ്റെ പ്രാർത്ഥന മറ്റുള്ളവൻ്റെ നാശത്തിന് വേണ്ടി ആകരുത്. ഞാൻ പറഞ്ഞത്, പുലിയോട് എന്തൊക്കെ പറഞ്ഞാലും പുലിയുടെ ഉള്ളിലുള്ളത് മാറിപ്പോയില്ല. പ്രിയപ്പെട്ടവരെ, ഈ സുവിശേഷം കേൾക്കുമ്പോൾ അച്ഛൻ മുഖത്ത് നോക്കി സംസാരിക്കുന്നു. ഇത്രയും സംസാരിച്ചിട്ടും കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ കൽപ്പനയും യേശുവിനെയും തിരിച്ചറിയുക, ദൈവസ്നേഹം മനസ്സിലാക്കുക, ദൈവത്തെ രക്ഷിതാവായി സ്വീകരിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക, അല്ലെങ്കിൽ ഇടവഴിയിൽ പെട്ടുപോകും. മൂന്നാമതായി, അബ്രഹാമിന്
മറ്റൊരു പരാജയവും കൂടി അഥവാ വീഴ്ച കൂടി ഉണ്ടായി. സാറ പറയുന്നത് കേട്ടിട്ടാണ് അബ്രഹാം ആഖാറിനെ പരിഗ്രഹിച്ചതും ആഖാറുമായി ബന്ധപ്പെട്ടിട്ടുള്ളതും. അനുഗ്രഹിക്കപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ ആ ആഖാറിൽ നിന്നുണ്ടായ കുഞ്ഞിനെ മരുഭൂമിയിലേക്ക് പറഞ്ഞയക്കേണ്ടതായിരിക്കുന്ന ഒരു അവസ്ഥാവിശേഷം അബ്രഹാമിനുണ്ടായി എന്നുകൂടെ നിങ്ങൾ അറിയേണ്ടതാണ്. ദൈവ വചനം വളരെ വ്യക്തമായി മനസ്സിലാക്കിക്കൊള്ളണം. ദൈവം കൽപ്പിക്കുന്നത് ഓർക്കുക. എന്നാൽ ഇതെല്ലാം ചെയ്തപ്പോൾ വീണ്ടും അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഒത്തിരി 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 വീഴ്ചകളുണ്ടാവുകയാണ്. സമയമില്ലാഞ്ഞിട്ട് വിവരിക്കുന്നില്ല. യാഗപീഠത്തിന്മേൽ മൃഗങ്ങളെ നേർക്ക് നേർ പിളർന്ന് വയ്ക്കണമെന്ന് ദൈവം കൽപ്പിച്ചിരുന്നു. അങ്ങനെ അബ്രഹാം ആദ്യം ചെയ്തു. പിന്നീട് അബ്രഹാമിൻ്റെ തിരക്ക് കാരണം ചെറിയ പക്ഷിക്കുഞ്ഞുങ്ങളെ കിട്ടിയപ്പോൾ അതിനെ പിളർന്നാലും പിളർന്നില്ലെങ്കിലും കുഴപ്പമില്ല, അതിനെ നേരെ മുഴുവനെ അങ്ങ് വയ്ക്കാം, അപ്പടിയും വയ്ക്കാം എന്ന് വിചാരിച്ച് അബ്രഹാം അങ്ങനെ ചെയ്തു. നമ്മൾ വായിക്കുന്നത് റാഞ്ചൽ പക്ഷി ഇറങ്ങി വന്ന് ആരാധനയ്ക്ക് തടസ്സം വരുത്തിയെന്ന് നാം വായിക്കുന്നുണ്ട്. എന്നെ കേൾക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട സ്നേഹമുള്ള ദൈവമക്കളെ, മനസ്സിലാക്കേണ്ടതായിരിക്കുന്ന കാര്യങ്ങൾ, ദൈവം എന്ത് കൽപ്പിച്ചുവോ അങ്ങനെ ചെയ്യുക. നമ്മുടെ ഇഷ്ടത്തിനൊത്തു ചെയ്യുമ്പോൾ പകുതി നമ്മുടെ ഇഷ്ടവും പകുതി ദൈവത്തിൻ്റെ ഇഷ്ടവും ആകരുത്. ദൈവ ഇഷ്ടത്തിന് പൂർണ്ണമായും വിട്ടുകൊടുക്കണം, സമർപ്പിക്കണം. പൂർണ്ണമായും ദൈവത്തിൻ്റെ ഇഷ്ടം, നിൻ്റെ ഹിതം പോൽ എന്നിൽ ഭവിക്കണമേ എന്ന് പറയാനുള്ള മനസ്സ് നമുക്കുണ്ടായിരിക്കണം. ദൈവേഷ്ടമാണ് നടക്കേണ്ടത്. ദൈവം എന്ത് കൽപ്പിച്ചോ അത് മുഴുവൻ കേൾക്കണം. ദൈവം എന്തു പറഞ്ഞുവോ അത് മുഴുവൻ അനുസരിക്കണം. അങ്ങനെ അനുസരിക്കാതിരിക്കുമ്പോൾ, മനസ്സിലാക്കാതിരിക്കുമ്പോൾ ദൈവത്തിൽ നിന്നും നമുക്ക് കിട്ടേണ്ടതായിരിക്കുന്ന ആനുകൂല്യങ്ങൾ ലഭിക്കുകയില്ല എന്നോർത്തോണം. നിങ്ങൾ പ്രാർത്ഥിച്ച് പക്ഷേ ഉത്തരം കിട്ടുന്നില്ല. പലരും പറയുന്നുണ്ട്, ഒത്തിരി പ്രാർത്ഥിച്ചു അച്ചു, ഒത്തിരി യോഗത്തിന് പോയി അച്ചു, ഒത്തിരി സുവിശേഷം കേട്ടു, ഉത്തരം കിട്ടുന്നില്ല, ഗുണം കിട്ടുന്നില്ല, ആത്മാവിൽ സന്തോഷിക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ രോഗത്തിന് മാറ്റം വന്നില്ല, സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടില്ല, ആകെ വിഷമമായി എന്ന് പറയുന്ന ഒത്തിരി പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കൊന്നേ പറയാനുള്ളൂ, ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവെങ്കിലും നിങ്ങളുടെ സുഖഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിച്ചതുകൊണ്ട് ഒന്നും ലഭിച്ചിട്ടില്ല. ആത്മനിറവിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. ആത്മാവിൽ നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തണം. ആത്മസന്തോഷം കൊണ്ട് ദൈവത്തെ സ്തുതിക്കണം. ഞാൻ വാക്കുകൾക്ക് വിരാമം കുറിക്കുമ്പോൾ സ്നേഹിതന്മാർ ഓർക്കുക, യഥാർത്ഥത്തിൽ എൻ്റെ ജീവിതം, എൻ്റെ കൊടുക്കൽ വാങ്ങൽ, എൻ്റെ കുടുംബജീവിതം, എൻ്റെ ദാമ്പത്യ ജീവിതം, എൻ്റെ സ്വകാര്യ പരസ്യ ജീവിതത്തിലൊക്കെ ദൈവത്തിന് ഇഷ്ടമായിട്ടാണോ ഞാൻ പ്രവർത്തിക്കുന്നത്? ദൈവവചനത്തോട് എൻ്റെ അടുപ്പം എന്താണ്? ദൈവവും ഞാനുമായിട്ടുള്ള കൂട്ടായ്മ എന്താണ്? ഒരു പ്രാവശ്യമെങ്കിലും ദൈവമക്കൾ ചിന്തിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങൾ പോകുന്നിടത്തെല്ലാം പൂർണ്ണമായും ദൈവത്തിൻ്റെ വാഗ്ദത്തം എന്താണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. മോശ ദൈവത്തോട് പറഞ്ഞതുപോലെ, ദൈവമേ, നീ എൻ്റെ കൂടെ ഇല്ല എങ്കിൽ എന്നെ വിടരുത് എന്നാണ്. എപ്പോഴും ദൈവമക്കൾ ഓർക്കുക, ദൈവമേ, ഓരോ സ്റ്റെപ്പ് വയ്ക്കുമ്പോഴും ഓരോ കാല് വയ്ക്കുമ്പോഴും നിൻ്റെ ഹിതം തിരിച്ചറിഞ്ഞ് ജീവിപ്പാൻ ഈ പാവപ്പെട്ട എന്നെ സഹായിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. സമാഗമന കൂടാരം പണിയുമ്പോൾ ദൈവത്തിൻ്റെ ദാസൻ ചെയ്തത് ഓരോ കല്ലെടുത്ത് വയ്ക്കുമ്പോഴും ദൈവത്തോട് ചോദിക്കുമായിരുന്നു. കുറ്റിയടിക്കുമ്പോൾ ദൈവത്തോട് ചോദിക്കുമായിരുന്നു, ഈ കുറ്റി, ഈ കല്ല്, ഞാനിത് ചെയ്യുന്നത് നിനക്കിഷ്ടമോ എന്ന് ദൈവത്തോട് ചോദിച്ചിട്ടേ ഓരോന്നും ചെയ്യുമായിരുന്നുള്ളൂ. വാത്സല്യമുള്ള ദൈവമക്കൾ ഓർക്കുക, ചെയ്യുന്നതൊക്കെയും ദൈവത്തോട് ഒരു ആലോചന ചോദിക്കുക. സംസാരിക്കുമ്പോൾ ദൈവത്തോട് ആലോചന ചോദിക്കുക. ഞാൻ ഈ ചെയ്യുന്നത്, ഞാൻ ഈ പ്രവർത്തിക്കുന്നത് നിനക്കിഷ്ടമോ എന്ന് ദൈവത്തോട് ചോദിക്കുക. വാക്കുകൾക്ക് വിരാമം കുറിക്കുമ്പോൾ ഓർക്കുക, എന്ത് പ്രവർത്തിക്കുമ്പോഴും ദൈവത്തിൻ്റെ വാഗ്ദത്തം ഇതിൻ്റെ കൂടെയുണ്ടോ, ദൈവകൃപ എന്നോട് കൂടെയുണ്ടോ എന്ന് ചിന്തിക്കാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. നമ്മുടെ ആരാധന, നമ്മുടെ പ്രാർത്ഥന ദൈവവചനത്തിന് ഒത്തവണ്ണമാണോ എന്ന് നിശ്ചയമായും ചിന്തിക്കേണ്ട സമയം വൈകിയിട്ടുണ്ട്. ദൈവേഷ്ടത്തിനൊത്ത്, ദൈവത്തിൻ്റെ പദ്ധതിക്കൊത്ത്, ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിനൊത്ത്, ദൈവവചനത്തിനൊത്തു മാത്രമേ
ദൈവമക്കൾക്ക് പ്രവർത്തിക്കാൻ അവകാശം ഉള്ളൂ. വേറെ ഒന്നിലും അടിസ്ഥാനമില്ല. ദൈവവചനം മാത്രം അടിസ്ഥാനം. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, യേശുവേ, അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ചില വീഴ്ചകളൊക്കെ വന്നു. പക്ഷേ നീ തിരുത്തി അവനെ അനുഗ്രഹിച്ചു. ജാതികളുടെ പിതാവാക്കി, ബഹുജാതികളുടെ പിതാവാക്കി മാറ്റിയതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ വീഴ്ചകളും താഴ്ചകളും ഉണ്ടെങ്കിലും ഞങ്ങളെ നീ അനുഗ്രഹിക്കണം. കുറവുകൾ നീക്കിക്കളയണം. യേശുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ.